ഈ ആർത്തവ ക്രമക്കേടുകൾ പല കാരണങ്ങൾ കൊണ്ട് വരാം. പ്രധാനമായിട്ട് 3 കാരണങ്ങളാണ് പറയുന്നത്. കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഹോർമോണുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെ ആർത്തവ ക്രമക്കേടുകൾ വരുന്നത്. അതുപോലെ തന്നെ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളിലും ആർത്തവ ക്രമക്കേടുകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അണ്ഡാശയത്തിലോ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും ആർത്തവത്തിൽ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഹോർമോൺ ചേഞ്ചസ് വരുന്നത്, ഈ ആർത്തവം എന്ന് പറയുന്നത് ഹോർമോണിൻ്റെ നിയന്ത്രണത്തിലാണ്. അതായത് FSH, ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഈസ്ട്രജന്, പ്രൊജസ്റ്ററോൺ പോലെയുള്ള ഹോർമോണുകളിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെയുള്ള ആർത്തവ ക്രമക്കേടുകൾ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പ്രധാനമായിട്ട് ഈ ഹോർമോൺ ചേഞ്ചസ് വരുന്നത് അമിതമായിട്ടുള്ള വണ്ണുള്ള ആളുകളിൽ, കൂടുതലായിട്ട് സ്ട്രെസ് ഉള്ള ആളുകളിൽ, അതുപോലെ തന്നെ അമിത വ്യായാമം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഹോർമോൺ ചേഞ്ചസ് കാണാറുണ്ട്. അതുപോലെ പ്രസവശേഷം ചില സ്ത്രീകളിൽ കുറച്ച് കാലത്തേക്ക് പീരീഡ്സ് ആവാത്ത ബുദ്ധിമുട്ട് കാണാറുണ്ട്. ഇതും ഹോർമോൺ ചേഞ്ചസ് കാരണം വരുന്നതാണ്. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരിലും 6 മാസത്തേക്കൊക്കെ തീരെ പീരീഡ്സ് അല്ലെങ്കിൽ മെൻസസ് ആവാത്ത